മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലുള്ള പ്രതിഷ്ഠ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ മറിയമേ, ഈ പരീക്ഷണവേളയിൽ ഞങ്ങൾ നിന്നിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ അമ്മ എന്ന നിലയിൽ നീ ഞങ്ങളെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചുള്ള ഒരാശങ്കയും നിന്നിൽ നിന്നും മറിഞ്ഞിട്ടില്ല. കരുണയുള്ള മാതാവേ, അങ്ങയുടെ ജാഗ്രതയും സമാധാനപരമായ സാന്നിധ്യവും ഞങ്ങൾ എത്ര തവണ അനുഭവിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെ രാജകുമാരനായ യേശുവിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിൽ അമ്മ ഒരിക്കലും ഞങ്ങളെ തടയുന്നില്ല. എന്നിട്ടും ഞങ്ങൾ അസമാധാനത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ച പാഠം, 2 ലോകമഹായുദ്ധങ്ങളിൽ വീണുപോയ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗം എല്ലാം ഞങ്ങൾ മറന്നു. രാഷ്ട്രങ്ങളുടെ ഒരു സമൂഹമെന്ന നിലയിൽ അമ്മ നൽകിയ പ്രതിബദ്ധതകളെ ഞങ്ങൾ അവഗണിച്ചു. ജനങ്ങളുടെ സമാധാന സ്വപ്നങ്ങളെയും യുവാക്കളുടെ പ്രതീക്ഷകളെയും ഞങ്ങൾ വഞ്ചിച്ചു. അത്യാഗ്രഹത്താൽ ഞങ്ങൾ രോഗികളായി. ഞങ്ങളുടെ സ്വന്തം രാജ്യങ്ങളെയും ഞങ്ങളുടെ താല്പര്യങ്ങളെയും കുറിച്ച് മാത്രം ചിന്തിച്ചു. ഞങ്ങൾ നിസ്സംഗരായി വളർന്നു. ഞങ്ങളുടെ സ്വാർത്ഥ ആവശ്യങ്ങളിലും ആശങ്കകളിലും കുടുങ്ങി. ദൈവത്തെ അവഗണിക്കാനും മിഥ്യാധാരണകളിൽ സംതൃപ്തരാകാനും അഹങ്കാരികളും ആക്രമണകാരികളുമായി വളരാനും നിരപരാധികളുടെ ജീവൻ അടിച്ചമർത്താനും ആയുധങ്ങൾ ശേഖരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ അയൽക്കാരൻ്റെ സൂക്ഷിപ്പുകാരും ഞങ്ങളുടെ പൊതുഭവനത്തിൻ്റെ കാര്യസ്ഥന്മാരുമായി ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ ഭൂമിയുടെ പൂന്തോട്ടത്തെ യുദ്ധത്താൽ നശിപ്പിച്ചു. ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾ സഹോദരന്മാരും സഹോദരിമാരും ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം തകർത്തു. ഞങ്ങളൊഴികെ എല്ലാവരോടും എല്ലാറ്റിനോടും ഞങ്ങൾ നിസ്സംഗരായി വളർന്നു. ഇപ്പോൾ ഞങ്ങൾ ലജ്ജയോടെ നിലവിളിക്കുന്നു, കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കൂ. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ പാപത്തിൻ്റെ ദുരിതങ്ങൾക്കിടയിലും ഞങ്ങളുടെ പോരാട്ടങ്ങൾക്കും ബലഹീനതകൾക്കുമിടയിൽ തിന്മയുടെയും യുദ്ധത്തിൻ്റെയും അനീതിയുടെയും നിഗൂഢതയ്ക്കിടയിൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. പക്ഷേ നമ്മെ സ്നേഹത്തോടെ നോക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അവിടുന്ന് അമ്മയെ ഞങ്ങൾക്ക് നൽകുകയും സഭയ്ക്കും എല്ലാ മനുഷ്യരാശിക്കും അമ്മയുടെ വിമല ഹൃദയത്തെ അഭയകേന്ദ്രമാക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വിഷമകരമായ നിമിഷങ്ങളിൽ പോലും ആദരമായ സ്നേഹത്തോടെ ഞങ്ങളെ നയിക്കാൻ അമ്മയുണ്ട്. ഞങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് തിരിയുകയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുകയും ചെയ്യുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ട അമ്മയുടെ മക്കളാണ്. ഓരോ യുഗത്തിലും അമ്മ സ്വയം ഞങ്ങളെ അറിയിക്കുന്നു. മതപരിവർത്തനത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്നു. ഈ ഇരുണ്ട മണിക്കൂറിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഞങ്ങളോട് ഒരിക്കൽ കൂടി പറയുക, അമ്മേ, ഇവിടെയില്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളുടെയും കാലത്തിൻ്റെയും കെട്ടഴിക്കാൻ അമ്മയ്ക്ക് കഴിയും. അങ്ങിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിചാരണയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ ഞങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി കൊടുക്കില്ലെന്നും ഞങ്ങളുടെ സഹായത്തിന് വരുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട്. ഗലീലിയയിലെ കാനായിൽ അമ്മ യേശുവിനോട് മാധ്യസ്ഥം വഹിക്കുകയും അവൻ തൻ്റെ അടയാളങ്ങളിൽ ആദ്യത്തേത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അതാണ് അമ്മ ചെയ്തത്. വിവാഹ വിരുന്നിന് സന്തോഷം നിലനിർത്താൻ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇപ്പോൾ അമ്മേ, ആ വാക്കുകളും ആ പ്രാർത്ഥനയും ആവർത്തിക്കുക. കാരണം ഞങ്ങളുടെ നാളിൽ ഞങ്ങളുടെ പ്രതീക്ഷയുടെ വീഞ്ഞു തീർന്നു. സന്തോഷം മൂടിപ്പോയി, സാഹോദര്യം മങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ മനുഷ്യത്വം മറന്ന് സമാധാനമെന്ന സമ്മാനം പാഴാക്കിയിരിക്കുന്നു. അക്രമത്തിനും വിനാശത്തിനും ഞങ്ങൾ ഹൃദയം തുറന്നു. ഞങ്ങൾക്ക് അമ്മയുടെ മാതൃസഹായം എത്രമാത്രം ആവശ്യമാണ്. വിമല ഹൃദയത്തിൻ്റെ അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.